കൊച്ചി എഫ്സിക്ക് വേണ്ടി പൃഥ്വിരാജ് എവരിവൺ പ്ലീസ്. നമസ്കാരം ദുബായ്. ഞാനൊരു ക്രിക്കറ്റ് ഫാനാണ് ആക്ച്വലി. പക്ഷേ മനുഷ്യന്റെ ചരിത്രത്തിൽ ഏറ്റവും ജനകീയമായ സ്പോർട്ട് ഫുട്ബോൾ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത്രയധികം ചരിത്രവും സാമൂഹികവും വിപ്ലവവും സാഹോദര്യവും സമത്വവും ഒക്കെ ഉൾക്കൊണ്ട മറ്റൊരു കളി നമ്മുടെ ചരിത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാവുന്ന ഒരു വസ്തുതയാണ്. ഞാൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആളാണ്. എനിക്ക് ഫുട്ബോൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ കുറച്ച് ഫുട്ബോൾ കളിക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ലെവലിൽ ഈ ഗെയിമുമായി ഇൻവോൾവ് ആകാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. സത്യത്തിൽ ആദ്യം ഈ ലീഗുമായിട്ടുള്ള എന്തെങ്കിലും രീതിയിലൊരു ഒരു കണക്ഷൻ്റെ ഒരു ഓഫർ എനിക്ക് വരുന്നത് ഒരു ബ്രാൻഡ് അംബാസിഡർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഒരു ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലെങ്കിൽ ഒരു ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ. അന്ന് എന്റെ സുഹൃത്ത് നസ്ലി മുഹമ്മദ്, എന്റെ കോ ഓണറാണ് ഫോർസ കൊച്ചിയുടെ, അദ്ദേഹമാണ് എന്റെ അടുത്ത് വന്നിട്ട് ഈ ലീഗിനെ കുറിച്ച് ആദ്യം സംസാരിക്കുകയും മിസ് നവാസ് മീരാൻ എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിക്കുക പൃഥ്വി എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഐ ട്രൂലി അണ്ടർസ്റ്റുഡ് വാട്ട് ദ വിഷൻ വാസ് ബിഹൈൻഡ് ദിസ്. അന്ന് ആ ഫസ്റ്റ് കോൺവെർസേഷന് ശേഷം ഞാൻ ചോദിച്ചു, ബ്രാൻഡ് അംബാസിഡർഷിപ്പ് അവിടെ നിൽക്കട്ടെ, എനിക്കൊരു ടീം എങ്ങനെ ഓൺ ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അന്ന് കൊച്ചിൻ ടീം മറ്റൊരു ഓണർഷിപ്പിലായിരുന്നു, മറ്റൊരു ഓണർഷിപ്പിലേക്ക് എത്തിപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ ഞാൻ കൊച്ചിനല്ല എങ്ങനെയെങ്കിലും എനിക്ക് ലീഗിൽ ഏതെങ്കിലും ഒരു ടീം ഓൺ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഇങ്ങനെ ഇല്ല, കണ്ണൂർ ഇങ്ങനെ ഓണേഴ്സ് ഉണ്ട്, മലപ്പുറത്തൊക്കെ അജ്മലൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. അപ്പൊ എങ്ങനെയെങ്കിലും വേറൊരു ടീമിന്റെ ഭാഗമാകാൻ സാധിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് കൊച്ചിൻ ടീമിന്റെ ഓണർഷിപ്പ് ഇപ്പൊ അവൈലബിൾ ആണ് എന്ന് പറയുകയും അങ്ങനെ ഞാനും എന്റെ സുഹൃത്തുക്കളായ എന്റെ കോ ഓണേഴ്സും ചേർന്ന് സത്യത്തിൽ ഇത് സുപ്രിയാണ് ഈ ഡീൽ സ്ട്രക്ചറും ഒക്കെ ശരിയാക്കിയത്. ഇതിനെ കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ല. അപ്പോ അങ്ങനെ കൊച്ചിൻ ടീം നമുക്ക് ഓൺ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഓൺ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുന്നത്. പക്ഷേ വാട്ട് ട്രൂലി സർപ്രൈസ് മീ ഇസ് വാട്ട് ഹാപ്പൻഡ് ഇൻ സീസൺ 1. കാരണം ഇതിപ്പോ നമ്മൾ ഈ ഓണേഴ്സിന്റെ ഒരു അൾട്രൂസ്റ്റിക് ഒരു കമന്റ് മേക്കിംഗ് അല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഫോർ സീസൺ 1 ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതൊരു വലിയ രീതിയിലൊരു ഇവന്റായി മാറുമെന്നൊന്നും. ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനൊരു ലീഗിനൊരു സ്ട്രക്ചർ നൽകുക, 6 ടീമുകൾ ഉണ്ടാക്കുക, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ആനുവൽ സ്പോർട്ടിംഗ് ഇവന്റായി ഇതിനൊരു തുടക്കം കൊടുക്കുക എന്നത് മാത്രമായിരുന്നു. പക്ഷെ റൈറ്റ് ഫ്രം ദ ഫസ്റ്റ് മാച്ച്, ഒടുവിൽ കാലിക്കറ്റിൽ നടന്ന ഫൈനൽ മാച്ച് വരെ വാട്ട് ഹാപ്പൻ ഓൺ ദ ഗ്രൗണ്ട് വാസ് ട്രൂലി സർപ്രൈസിംഗ് ഫോർ us ഓണേഴ്സ്. കാരണം ഇങ്ങനെ ഒരു enthusiasm, this kind of feedback from the fans and this kind of traction the league found online was not expected. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കാലിക്കറ്റിൽ ഫൈനൽസ് കാണാൻ ചെന്നപ്പോൾ സ്റ്റേഡിയത്തിൽ ഒരു 40,000 ആൾക്കാരും സ്റ്റേഡിയത്തിന് വെളിയിൽ ടിക്കറ്റ് കിട്ടാതെ 100 കണക്കിന് അല്ലെങ്കിൽ 1000 ആൾക്കാരും ഉണ്ടായിരുന്നു. രാത്രി സ്റ്റേഡിയത്തിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇങ്ങനൊരു എന്റെ ലൈഫിൽ ഞാൻ എഡ്ജ്കസ്റ്റണിൽ ലണ്ടനിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി മാച്ച് കാണാൻ പോയിട്ടുണ്ട്. ഞാൻ അതിനുശേഷം ഞാൻ ഇങ്ങനൊരു ഇലക്ട്രിക് അറ്റ്മോസ്ഫിയർ ഞാൻ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. സോ താങ്ക് യു സോ മച്ച് പേഴ്സണലി ടു ഓൾ ദ ഫാൻസ് ഫോർ മേക്കിംഗ് സീസൺ 1 ഓഫ് ദിസ് ലീഗ് സച്ച് എ ഹ്യൂജ് സക്സസ്. ഒരുപാട് വലിയ സ്വപ്നങ്ങൾ ഞങ്ങളെ കാണാൻ പ്രേരിപ്പിച്ച ഒരു സീസൺ ആയിരുന്നു കഴിഞ്ഞുപോയ സീസൺ. സോ ദിസ് ടൈം വി വുഡ് ലവ് ഫോർ ഇറ്റ് ടു ബി ബിഗർ, better. But like Charu sir said, what truly matters is that we give our love to our teams, our players, to this league, and most importantly to our fans. 3-4 പ്രാവശ്യം മാത്രമാണ് എനിക്ക് എന്റെ ടീമിനോട് സംസാരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഓപ്പണിംഗ് മാച്ചിന് തൊട്ട് മുമ്പ്, ലീഗിന് നടുക്കൊരു പ്രാവശ്യം, ഫൈനൽസിന് തൊട്ട് മുമ്പ്, അങ്ങനെയൊക്കെ. അപ്പോഴൊക്കെ ഞാൻ എന്റെ ടീമിനോട് പറഞ്ഞത് all that I want for you boys is to go out there and have fun. നിങ്ങളിത് എൻജോയ് ചെയ്ത് നിങ്ങളുടെ പറമ്പിൽ കളിക്കുന്ന പോലെ ആ സ്പിരിറ്റിൽ, നിങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന പോലെ ആ സ്പിരിറ്റിൽ നിങ്ങൾ ഈ കളി കളിക്കുക എന്നത് മാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ എന്ന് പറഞ്ഞു. ആൻഡ് വി ഹാഡ് എ വണ്ടർഫുൾ ബഞ്ച് ഓഫ് പ്ലെയേഴ്സ് മാനേജ്ഡ് ബൈ ഗ്രേറ്റ് മാനേജ്മെന്റ്. അംബരീഷ്, ഷമീൻ അവരൊക്കെ ഇവിടെ ഉണ്ട്. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിലെ ഏറ്റവും റൊമാൻറ്റിക് സക്സസ് സ്റ്റോറി എന്റെ ടീമിൻ്റെതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ലീഗ് തുടങ്ങുന്നതിന് വളരെ തൊട്ടടുത്താണ് ഞങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. കൊച്ചിൻ ടീം ഓൺ ചെയ്യാനും വളരെ പെട്ടെന്ന് ഫോം ചെയ്തൊരു ടീമും വളരെ പെട്ടെന്ന് ഒരു കോച്ചിനെ കണ്ടെത്തുകയും അവിടെ നിന്ന് ഫസ്റ്റ് മാച്ച് ഞങ്ങൾ തോറ്റുപോയി.
അപ്പൊ ഫസ്റ്റ് മാച്ച് തോറ്റു എന്നത് മാത്രമല്ല, അയ്യോ ഇത് വി ആർ നോട്ട് പ്രിപ്പയർഡ്, ഞങ്ങളുടെ ടീം പ്രിപ്പയർഡ് അല്ല ഈ ലീഗ് കളിക്കാൻ എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നിപ്പോയ ഒരു നിമിഷമാണ്. അവിടെ മുതൽ ഫൈനൽസിൽ റണ്ണേഴ്സ് അപ്പ് വരെ എത്തി എന്ന് പറയുന്നത് ഫോർ മീ ഇസ് എ വെരി വെരി പ്രൗഡ് ജേർണി ആസ് സംബഡി ഹൂസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ആൻഡ് I will continue giving that love and support to this league and this game. And ഈ വർഷം ഫൈനൽസിൽ വരെ എത്തുക മാത്രമല്ല ജയിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ കരുതുന്നു. ആൻഡ് വേണു സാർ പറഞ്ഞതുപോലെ ഐ തിങ്ക് ഇന്ന് ഇവിടെയുള്ള ദുബായിലുള്ള പ്രവാസികൾക്ക്, മലയാളികൾക്ക് മാത്രമല്ല എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഈ ലീഗിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ലൈവ് സ്ട്രീം കാണാം sports.com-ൽ. നിങ്ങൾ കാണുന്ന ഓരോ മിനിറ്റും ഞങ്ങളെ സഹായിക്കുന്ന മിനിറ്റുകളാണ്. നിങ്ങൾക്കൊരു ടീമുമായിട്ട് അസോസിയേറ്റഡ് ആകാം. നിങ്ങൾക്കൊരു യു ക്യാൻ ചൂസ് എ ടീം ദാറ്റ് യു വോണ്ട് ടു സപ്പോർട്ട്. ഏറ്റവും നല്ലത് കൊച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു ടീമിനെ ചൂസ് ചെയ്ത് യു ക്യാൻ ബി പാർട്ട് ഓഫ് ദ ഫാൻ കമ്മ്യൂണിറ്റി. അങ്ങനെയാണ് ഈ കൾച്ചർ വളരുന്നത്. അങ്ങനെയാണ് ഈ യൂറോപ്പിലുമൊക്കെ ഉള്ള പോലെ ഈ ഫുട്ബോൾ കൾച്ചർ വളരുന്നത്. കേരള ഹാസ് എ വണ്ടർഫുൾ സ്കൂൾ ഓഫ് ടാലന്റ് ഇൻ ടേംസ് ഓഫ് പ്ലേയേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ് ആൻഡ് സ്റ്റാഫ്. എല്ലാവരും ഒരുമിച്ച്, എന്റെ ലവ്ലി ഫെല്ലോ ടീം ഓണേഴ്സ് എല്ലാവരും ഒരുമിച്ച് ഈ ലീഗ് ഈ സീസണിലും ഒരു വലിയ വിജയമായി തീർക്കാൻ സാധിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ ടേണിംഗ്. 43 ഫോർ നോ ലോസ് ആണ് കേട്ടോ. അല്ലേ, പക്ഷെ പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് കളി തോറ്റു ലാസ്റ്റ് സീസണില്, ഫൈനൽസ് വരെ എത്തി. എൻറ്റയർ ജേർണി സീസൺ 1 അല്ലെങ്കിൽ സൂപ്പർ ലീഗ് കേരളയുടെ ഒരു ജേർണി ഒരു സിനിമ പേരാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതെന്തായാലും എന്നാട്ടാൻ കേസുണ്ടോ? അല്ല, അങ്ങനെ ഒരു സിനിമ പേരാക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്കൊന്ന് കൊച്ചിൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല പേര് പുതിയ മുഖം എന്നൊക്കെ ആയിരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ ഒരു പാവപ്പെട്ട കൃഷ്ണകുമാർ അയ്യോ ഇതെവിടെ എത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്റർവ്യൂവിൽ എല്ലാരും ഇടിച്ചിട്ട് നടന്നു വരുമല്ലോ, അതുപോലെ നടത്തുണ്ടായിരുന്നു ഞങ്ങളുടെ കോച്ചും ഷമിയും എല്ലാരും കൂടെ സീസൺ ഹാഫ് ആയപ്പോ. എന്ത് ടീം കൊള്ളൂല അപ്പൊ അങ്ങനെ വീണ്ടും ഒരു മനോഹരമായ സീസൺ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഞാൻ മലപ്പുറം FC ഓണേഴ്സ് അജ്മലിക്കയുടെ കൂടെ ഒക്കെ സംസാരിച്ചപ്പോ അവര് പറയാം അവർക്ക് ഏറ്റവും പേടിയുള്ള ടീം കൊച്ചി ടീം മാത്രമേ ഉള്ളൂ. അതിനുള്ള മറുപടി എന്താണ്? I can tell you one thing for all lovers of the game. ഈ ലീഗിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് ഞാൻ കരുതുന്നത്, we have 6 teams. On any given day, any team can defeat the other team. And that's why I think this league is good, because we are all perfectly balanced on paper. എന്റെ സുഹൃത്ത് ലിസ്റ്റൻ സ്റ്റീഫന്റെ ടീം കഴിഞ്ഞ പ്രാവശ്യം ടേബിളിൽ ഏറ്റവും താഴെയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇറ്റ്സ് എ ഗ്രേറ്റ് ടീം. ഐ തിങ്ക് ഇത് ഈ വർഷം ചിലപ്പോൾ അവരായിരിക്കും ജയിക്കുന്നത്. സോ അത് തിരുത്താനാണ് ഞാൻ വന്നത്. അതെ. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാൻ കേട്ടോ, അതായത് ഞങ്ങൾ ആരും ഒരു ടീം ഓണേഴ്സും ഇത് തുടങ്ങിയപ്പോ ഇതൊരു ബിസിനസ് വെഞ്ചറായിട്ടല്ല കണ്ടത്. കാരണം ഇതൊരു ഫസ്റ്റ് സീസണിൽ ഇതുപോലൊരു പുതിയൊരു ലീഗിൽ വന്ന് പൈസ ഉണ്ടാക്കുന്നത് പറ്റില്ല. അപ്പൊ അതിന്റെ കൺസേൺസ് ഉണ്ട്. ഇത് എത്ര പൈസ എത്ര ഇൻവെസ്റ്റ് ചെയ്ത് വാട്ട് കൈൻഡ് ഓഫ് റിട്ടേൺസ്. ഓബ്വിയസ്ലി ആസ് ടീം ഓണേഴ്സ് വി ആർ കൺസേൺ. ഇത് ക്യാഷ് ഉണ്ടാക്കും ഒരു നാൾ എന്ന് എനിക്ക് ബോധ്യമായത് ലിസ്റ്റൻ സ്റ്റീഫൻ ഒരു ടീം വാങ്ങിച്ചപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി പേടിക്കണ്ട, ഇത് എന്തെങ്കിലും ഒരു നാൾ അല്ലെങ്കിൽ മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ ഒരു ധൈര്യം എന്റെ സുഹൃത്ത് ലിസ്റ്റിൽ തന്ന സ്ഥിതിക്ക് താങ്ക് യു. ഇത്തവണ തിരുത്താൻ മതിയുള്ള ചാക്കോച്ച. പക്ഷെ ലിസ്റ്റിന്റെ അടുത്ത് നേരെ തിരിച്ചാ പറഞ്ഞത് കേട്ടോ, എന്നെ രക്ഷിക്കണം, ഇച്ചിരി ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ കാര്യങ്ങൾ മാറ്റി പറയേണ്ടി വരും. പക്ഷെ ഇറ്റ് ഈസ് ഫൺ. ഈ പറഞ്ഞ പോലെ കളിക്കപ്പുറം കളിയെ ഒരു എന്താ പറയുക ഒരു അനുഭവമാക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ആ ഒരു enthusiasm. അത് SLK സീസൺ 2 ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബെറ്റർ എന്ന് പറയുമ്പോൾ അത് കൺഗ്രാറ്റ്സ് ടു ഓൾ ഓഫ് യു. ആൻഡ് പൃഥ്വി എനിക്കറിയാം ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റ് കളിക്കാനാണെങ്കിലും ഫുട്ബോളിലോട്ട് വരണമെങ്കിൽ വേറെ ഒന്നും കാണാതെ പുള്ളി വരില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. Enjoy the game, enjoy the fun, enjoy the entertainment. Thank you so much. One more quick message before we go to the next part. ഈ പ്രാവശ്യം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആൺകുട്ടികൾ മാത്രമല്ല സ്ത്രീകളും സ്റ്റേഡിയത്തിലേക്ക് കളി കാണാൻ വരണം എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങളിൽ വരുമ്പോൾ it will be much more powerful. See, അതിന് what better motivation for that than what Charu sir said. നമ്മുടെ ഇന്ത്യൻ വിമൻസ് ടീം, look at them. I mean,
പെൺകുട്ടികൾ ഫുട്ബോൾ കാണാനും ഫുട്ബോൾ പെർസ്യൂ ചെയ്യാനും താല്പര്യം കാണിക്കണം എന്നുള്ളതിന് അവരെക്കാൾ നല്ലൊരു മോട്ടിവേഷൻ വേറെ ഉണ്ടോ? സോ പ്ലീസ് ആക്ച്വലി ഫുട്ബോൾ മാച്ച് സ്റ്റേഡിയത്തിൽ വന്നൊരു ഫുട്ബോൾ മാച്ച് കാണുന്നത് ഇസ് എ ഫാമിലി ഇവന്റ്. ബ്രിങ് യുവർ ചിൽഡ്രൻ, ഷോ ദം എ സ്പോർട്ടിംഗ് ഇവന്റ്, ഷോ ദം വാട്ട് സ്പോർട്സ്മാൻഷിപ്പ്, ഷോ ദം വാട്ട് ലൂസിംഗ് ലുക്സ് ലൈക്ക്, ഷോ ദം വാട്ട് വിന്നിംഗ് മീൻസ്. അതുകൊണ്ട് ഈ ലീഗ് തുടങ്ങുമ്പോൾ എല്ലാവരും അമ്മമാർ, അപ്പൂപ്പന്മാർ, അമ്മമ്മമാർ, അച്ഛന്മാർ, കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് സ്റ്റേഡിയത്തിൽ വന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. This is not just about the game, this is about community, this is about relationships, this is about us nurturing a culture. So please do come in numbers and watch the game live or on streaming, however. Yeah, so please. ഡെഫിനറ്റ്ലി. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാം നമുക്ക്. കഴിഞ്ഞ വർഷത്തെ വിജയത്തെ പറ്റിയിട്ടും ഒക്കെയുള്ള ചർച്ചയുടെ വീഡിയോ ഉണ്ട് ഇവിടെ, നമുക്കൊന്ന് കാണാം. ഹലോ. അല്ല, ബോൾ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാനാണ് വിളിക്കുന്നത്. സൂപ്പർ ലീഗ് കേരളയുടെ കാര്യം പറയാൻ മനസ്സിലായിരിക്കും. ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഫീൽഡിലേക്ക് ഇറങ്ങും, നമുക്ക് ഗ്രൗണ്ടിൽ കാണാം, അവിടെ വെച്ച് കളിച്ചത്. പിള്ളേര് കളി നോക്കും. ഈ സ്ഥലം കപ്പ് നമ്പേ. എല്ലാം എങ്ങനെയാണ് സാർ? ബാക്കി കളി സ്റ്റേഡിയത്തിൽ. ഓക്കെ ചേട്ടാ, നമുക്ക് കാണാം. അപ്പൊ വീട്ടിൽ കാണാം. ശരിക്കും കാണും. ആ, See you there.